ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷൻ ഓഫ് സിസ്റ്റമിക് ആൻഡ് മസ്കുലോസ്കെൽട്ടൽ പെയിൻ ആണ്. ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു പേഷ്യൻ്റ് പെയിനായിട്ട് നമ്മളെടുത്ത് വരുന്നു. ആ പേഷ്യൻറ്റിൻ്റെ പെയിന് മസ്കുലോസ്കെൽട്ടൽ പെയിൻ തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമിക് റീസൺ കൊണ്ടുള്ള പെയിൻ ആണോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഈ രണ്ട് പെയിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിൻ്റെ വൈ ദിസ് ഡിഫറൻഷിയേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയാണ്. പേഷ്യൻ്റ് സേഫ്റ്റി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റമിക് പെയിനിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഫിസിയോതെറാപ്പി എലോൺ നോട്ട് അപ്രോപ്രിയേറ്റ് ഇൻ സിസ്റ്റമിക് പെയിൻ. അപ്പോൾ സിസ്റ്റമിക് പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻറ്റിനെ നമ്മൾ ഒരു ഫിസിഷ്യൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഏതാണോ സ്പെഷ്യലിസ്റ്റ് അയാളുടെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതേസമയം മസ്കുലോസ്കെൽട്ടൽ പെയിനിൽ നമ്മളെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം എഫക്റ്റീവാണ്. സോ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റമിക് പെയിനിൽ നമ്മളുടെ മാനുവൽ തെറാപ്പി, എക്സസൈസ് തെറാപ്പി, മൊഡാലിറ്റീസ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേദന ചിലപ്പോൾ അഗ്രവേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേഴ്സൺ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് സേഫ്റ്റിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ട്രീറ്റ്മെൻറ്റ്, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ മസ്കുലോസ്കെൽട്ടൽ പെയിനിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് എഫക്റ്റീവാണ്. സിസ്റ്റമിക് പെയിൻ്റെ കേസിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഫിസിയോ എലോൺ ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വരുന്ന കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിനിക്കൽ റീസണിങ് ആണ്. ഓക്കെ, അപ്പോൾ ആർക്കും ഒരു ഫിസിയോ അല്ലാത്ത ആൾക്കും പിന്നെ എക്സസൈസ് കൊടുക്കാനും മൊഡാലിറ്റി കൊടുക്കാനും ഒക്കെ പറ്റും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ റെഡ് ഫ്ലാഗ്സും കാര്യങ്ങളും സ്ക്രീൻ ചെയ്യുന്നു. വെറും ഒരു മസിൽ ജോയിൻ്റ് എന്നുള്ളതിനെ അപേക്ഷിച്ച് അതിൻ്റെ ബിയോണ്ട് നമ്മൾ ചിന്തിക്കണം. കാരണം മറ്റു പല റീസൺ കൊണ്ടാവാം, അതായത് സിസ്റ്റമിക് റീസൺ കൊണ്ടും വേദന വരാമെന്നുള്ള കാര്യം ഒരു ഫിസിയോനെ സംബന്ധിച്ച് അറിയും. ഓക്കെ, അപ്പോൾ അത് പറ്റണം. അപ്പോൾ ക്ലിനിക്കൽ റീസണിങ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ ഒരു പെയിൻ ഡിഫറൻഷിയേഷൻ്റെ കേസിൽ വരുന്നത്. ഒന്ന് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി, 2 കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻ, 3 എന്ന് പറയുന്നത് ക്ലിനിക്കൽ റീസണിങ്. അപ്പം ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളടുത്ത് ഒരു പേഷ്യൻറ്റ് വരികയാണ്, ഷോൾഡർ പെയിൻ ആയിട്ട് ഒരു പേഷ്യൻറ്റ് വരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഷോൾഡർ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വേദന കൂടുന്നുണ്ട്, അതേസമയം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേദന കുറയുന്നുണ്ട്. അപ്പോൾ അതൊരു മെക്കാനിക്കൽ പാറ്റേൺ ആണ്. അതായത് പിന്നെ നോ പെയിൻ അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ വിത്ത് റെസ്റ്റ്, അതേസമയം ആക്ടിവിറ്റീൻ്റെ സമയം വേദന കൂടുന്നു. അപ്പോൾ ഒരു മെക്കാനിക്കൽ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ അതൊരു മസ്കുലോസ്കെൽട്ടൽ പെയിൻ തന്നെ ആവാം. മേ ബി അതൊരു റൊട്ടേറ്റഡ് കഫ് ടിയർ ആവാം, അല്ലെങ്കിൽ ടെൻഡിനൈറ്റിസ് ആവാം, ഫ്രോസൺ ഷോൾഡർ ആവാം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ നമ്മളെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കേസുകളിലൊക്കെ എഫക്റ്റീവാണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേറൊരു പേഷ്യൻറ്റ് വരികയാണ്, അയാൾ ഷോൾഡർ പെയിൻ ആയിട്ടാണ് വരുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം വേദന എന്ന് പറയുന്നത് ആക്ടിവിറ്റിയിലും വേദനയുണ്ട്, റെസ്റ്റിലും വേദനയുണ്ട്. രാത്രി അയാൾക്ക് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിംറ്റം കൂടെ കാണിക്കുന്നു. അയാൾക്ക് കുറച്ച് ദിവസങ്ങളിലായിട്ട് വെയിറ്റ് കുറയുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നോൺ മെക്കാനിക്കൽ പാറ്റേൺ ആണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ റെഡ് ഫ്ലാഗ്സും കൂടെ കാണിക്കുന്നുണ്ട്, അതായത് അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സിസ്റ്റമിക് പെയിൻ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ഒരു ട്യൂമർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവാം. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫിസിഷ്യൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ചിലപ്പോൾ ഒരു മിക്സ്ഡ് പ്രസൻറ്റേഷനായിട്ട് കാണിക്കാം. ഒരു സിസ്റ്റമിക് പെയിൻ്റെ പിന്നെ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കാം, അതുപോലെ തന്നെ മസ്കുലോസ്കെൽട്ടൽ പെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കാം. അങ്ങനെ സമയത്ത് നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവേണ്ടി വരും. അഗ്രസീവ് ഫിസിയോ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. പിന്നെ പേഷ്യൻറ്റ് വ്യത്യാസമൊന്നും കാണുന്നില്ലെങ്കിൽ, നമ്മൾ 1-2 സിറ്റിങ്ങിലും പേഷ്യൻറ്റ് വ്യത്യാസമൊന്നും കാണുന്നില്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ ഒരു സിസ്റ്റമിക് പെയിനിനെ മസ്കുലോസ്കെൽട്ടൽ പെയിനിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിച്ചത്. ഇനി നമുക്ക് നോക്കാം ഈ സിസ്റ്റമിക് പെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, മസ്കുലോസ്കെൽട്ടൽ പെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്. അപ്പോൾ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അസസ്മെൻറ്റ് പാർട്ടിൽ, എക്സാമിനേഷൻ പാർട്ട്, ഹിസ്റ്ററി ടേക്കിങ്ങിൽ തന്നെ നമ്മൾ പെയിൻ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ പേഷ്യൻ്റെ പെയിൻ ബിഹേവിയറിൽ വെച്ച് തന്നെ നമുക്ക് ഇത് സാധിക്കും, ഇതൊരു സിസ്റ്റമിക് പെയിൻ ആണോ മസ്കുലോസ്കെൽട്ടൽ പെയിൻ ആണോ എന്നുള്ളത് പറയാൻ നമുക്ക്
പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ ഒരു സിസ്റ്റമിക് പെയിൻ ആണെങ്കിൽ പലപ്പോഴും അത് പേഷ്യൻറ്റിന് രാത്രി കാലങ്ങളിൽ ഭയങ്കര അധികം കൂടുതലായിരിക്കും. പേഷ്യൻറ്റിന് ഉറങ്ങാൻ പറ്റില്ല, അയാളുടെ സ്ലീപ്പിനെ ഡിസ്റ്റേബ് ചെയ്യും. പേഷ്യൻറ്റ് പൊസിഷൻ മാറ്റി കിടക്കുന്ന സമയത്ത് ചരിഞ്ഞ് കിടന്നാലും മറിഞ്ഞ് കിടന്നാലൊക്കെ വേദന ഉണ്ടാവും. വേദനയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതേസമയം മസ്കുലോസ്കെൽട്ടൽ പെയിൻ ആണെങ്കിൽ രാത്രി കാലങ്ങളിൽ വേദന കുറയും. കാരണം റെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് രാത്രി ഇപ്പോൾ നമ്മൾ കിടക്കാമെന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റിലേക്ക് പോകുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേദന കുറയാണ് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമിക് പെയിൻ എന്ന് പറയുന്നത് ഡീപ്പ് ഏക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ത്രോബിങ് ആയിരിക്കും. അതായത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിക്കുകയാണ് പേഷ്യൻറ്റിനോട് നിങ്ങൾക്ക് എവിടെയാണ് വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്കലൈസ്ഡ് ഏരിയ കാണിച്ചു തരാൻ പറ്റില്ല, ഒരു എക്സാക്റ്റ് ഏരിയ കാണിച്ചു തരാൻ പറ്റില്ല. പകരം അതുവരെ ഒരു ഹോൾ ഏരിയ ആണ് കാണിക്കുക. അതായത് വേദന ഒരു സ്ഥലത്തായിട്ട് നിൽക്കുന്ന പോലെ അവർക്ക് തോന്നില്ല, പകരം അതിങ്ങനെ വ്യാപിച്ച് കിടക്കും പോലെയാണ് അവർക്ക് തോന്നുക. ഓക്കെ. അതേസമയം നമ്മളൊരു മസ്കുലോസ്കെൽട്ടൽ പെയിൻ്റെ കേസിൽ പേഷ്യൻറ്റിനോട് നിങ്ങൾക്ക് എവിടെയാണ് വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാക്റ്റ് പോയിൻ്റ് അവർ തൊട്ട് കാണിച്ചു തരും, ഇന്ന സ്ഥലത്താണ് വേദന. ഫോർ എക്സാമ്പിൾ ഒരു മസിൽ സ്ട്രെയിൻ ആവട്ടെ, ഒരു ലിഗമെൻ്റ് ഇഞ്ചറി ആവട്ടെ, കറക്റ്റ് ഏരിയ അവർ കാണിച്ചു തരും. ഓക്കെ. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമിക് പെയിൻ്റെ കേസിൽ നമ്മളൊരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് അത് എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയും, വേദന എന്ന് പറയുന്നത് കുറയും. റെഡ്യൂസ്ഡ് ബൈ പ്രഷറാണ്. അതായത് നമുക്കൊരു വേദന ഉള്ള ഏരിയയിൽ നമ്മളെ കൈ വെച്ചിട്ടൊന്ന് അമർത്തി പിടിക്കുന്ന സമയത്ത് നമുക്ക് ആ വേദന എന്ന് പറയുന്നത് കുറയുന്ന പോലെ ഫീൽ ചെയ്യും. ഏത് കേസിൽ? സിസ്റ്റമിക് പെയിനിൽ. അതേസമയം മസ്കുലോസ്കെൽട്ടൽ പെയിനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അമർത്തി പിടിക്കുകയാണെങ്കിൽ നമുക്ക് വേദന കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു മസിൽ സ്ട്രെയിൻ ഉണ്ട്, ആ ഏരിയയിൽ നമ്മൾ പിന്നെ കൈ കൊണ്ട് ഞെക്കുകയാണെങ്കിൽ നമുക്ക് വേദന കൂടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വേദന എന്ന് പറയുന്നത് പലപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സിസ്റ്റമിക് പെയിൻ്റെ കേസിൽ അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും. ആക്ടിവിറ്റിയിലും റെസ്റ്റിലും ഒക്കെ ആ ഒരു വേദന നിലനിൽക്കും. ഓക്കെ. പക്ഷേ ഈ കേസിലോ നമ്മളെ മസ്കുലോസ്കെൽട്ടൽ പെയിൻ്റെ കേസിലാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻ്റ് ആവും, വരും പോവും, അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കും അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്, പെയിൻ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ സിസ്റ്റമിക് പെയിനിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അഗ്രവേറ്റഡ് ബൈ മെക്കാനിക്കൽ സ്ട്രെസ്. അതായത് നിങ്ങളൊരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്ചറിൽ ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴോ ഒന്നും വേദനയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത് കൂടിയില്ല കുറയില്ല, വേദന ഒരുപോലെ തന്നെ ഇങ്ങനെ നിൽക്കും സിസ്റ്റമിക് പെയിനിൽ. അതേസമയം നമ്മൾ ഈ പറയുന്ന മസ്കുലോസ്കെൽട്ടൽ പെയിനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നമ്മളുടെ പോസ്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വേദന എന്ന് പറയുന്നത് കൂടും, ചിലപ്പം വേദന കുറയും. അതായത് പെയിനിൽ വേരിയേഷൻ വരും. അപ്പം പോസ്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പെയിനിൽ വേരിയേഷൻ വരാം. അതേസമയം സിസ്റ്റമിക് പെയിനിൽ വേരിയേഷനൊന്നും ഉണ്ടാവില്ല. മസ്കുലോസ്കെൽട്ടൽ പെയിനിലെ കേസിലേക്ക് വരികയാണെങ്കിൽ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പെയിന് കൂടുകയാണ് ചെയ്യുക. അതാണ് ഈ ഒരു പോയിൻ്റ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അഗ്രവേറ്റഡ് ബൈ മെക്കാനിക്കൽ സ്ട്രെസ് സിസ്റ്റമിക് പെയിനിൻ്റെ കേസിൽ. അതേസമയം മസ്കുലോസ്കെൽട്ടൽ പെയിനിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മെക്കാനിക്കൽ സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് അഗ്രവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിസ്റ്റമിക് പെയിനിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ മറ്റ് സിംറ്റംസുകൾ കൂടി ഉണ്ടാവാം. അതിൽ വരുന്നതാണോ ഒന്ന് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേഷ്യൻറ്റിന് വേദന ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻറ്റിൻ്റെ കണ്ണിൽ മഞ്ഞ നിറമുണ്ട്, തൊലിയിൽ മഞ്ഞ നിറം കാണുന്നുണ്ട്. അതായത് ജോണ്ടിസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ലിവർ ഡിസീസ് ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി ഒരു മൈഗ്രേറ്ററി ആർത്രാൾജിയ കൂടി ഉണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് എന്തെങ്കിലും സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇനി അയാൾ പെയിൻ്റെ കൂടെ തന്നെ അയാൾക്ക് സ്കിൻ റാഷസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഒക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇനി വേദനയുണ്ട്, ക്ഷീണവും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വേദനയുടെ കൂടെ വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ ട്യൂമർ പോലുള്ള അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.
അതായത് മാലിഗ്നൻസി നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. അതേസമയം പനിയും കൂടെ ഉണ്ടെങ്കിൽ, ലോ ഗ്രേഡ് ഫീവറും കൂടെ ഉണ്ട്, വേദനയുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ അയാൾക്ക് ജനറലൈസ്ഡ് വീക്ക്നെസ് കൂടെ ഉണ്ട്, വേദനയുടെ കൂടെ ജനറലൈസ്ഡ് വീക്ക്നെസ് കൂടെ ഉണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും സിസ്റ്റമിക് ഇൽനെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇയാളുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കാണ്, അതുപോലെ തന്നെ പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിലാണ് അയാളുടെ സിംറ്റം എങ്കിൽ അയാളുടെ പത്തോളജി വേസൺ ആവുക എന്നുള്ളതാണ് അർത്ഥം. അയാൾക്ക് വേറെ സിസ്റ്റമിക് ആയിട്ടുള്ള എന്തോ ഒരു അസുഖമുണ്ട്, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ട്യൂമർ പോലുള്ള കണ്ടീഷൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്യൂമർ ഉണ്ടെങ്കിൽ അയാൾക്ക് വേദന ഉണ്ടാവാം. ആ വേദന വെറും ഒരു മസ്കുലോസ്കെൽറ്റൽ പെയിനായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുടെ ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ, ഇപ്പോൾ TB, ഓസ്റ്റിയോമൈലൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതൊരു സിസ്റ്റമിക് പെയിൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മസ്കുലോസ്കെൽറ്റൽ പെയിൻ ആവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മളെ ഹിസ്റ്ററി ടേക്കിങ്ങിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പേഷ്യൻറ്റിന് വേദന മസ്കുലോസ്കെൽറ്റൽ പെയിൻ ആണോ അല്ലെങ്കിൽ സിസ്റ്റമിക് പെയിൻ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കേസാണോ അല്ലെങ്കിൽ പുറത്തേക്ക് ഡോക്ടറെ അടുത്തേക്ക് അയക്കേണ്ട കേസാണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ വളരെ പവർഫുള്ളാണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്.